നമ്മൾ റെഡിയായിട്ട് ഇറങ്ങുന്നത് ശിവരാത്രിക്ക് പോകാനാണ്. നമ്മൾ കവറാട്ടമ്പലത്തിലോട്ടാണ് പോകുന്നത്. വിജയേട്ടൻ ഒരു ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വന്നതാണ്, ശിവരാത്രി ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ വീടൊക്കെ പൂട്ടിയിട്ട് അപ്പുറത്ത് താക്കോൽ കൊടുക്കാൻ പോവാണ്. അമ്മയും അച്ഛനും നേരത്തെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചെന്ന് അവിടെ ആളില്ലാത്തൊരു സ്ഥലം നോക്കി ബൈക്കൊക്കെ വെച്ച്, അപ്പോൾ പുന്നസൂടെ ഒരു ചെറിയ തോടുണ്ട്. എന്നോട് പറഞ്ഞു അമ്മ ഇതിന് ആഴമില്ലെന്നൊക്കെ. ഞാൻ എന്തായാലും ഇങ്ങോട്ട് മാറുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് മാറ്റുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം, കതിരവൻ്റെ അവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ പേരപ്പൻ്റെ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേനും കതിരവൻ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് അടുത്ത്, അപ്പം ചേട്ടൻ്റെ മക്കളും ചേട്ടനും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ ഇവർ വലിക്കുമായിരുന്നു, ഇപ്പം ക്രെയിൻ ഉപയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. ഭയങ്കര ഇതിന് അമ്പലത്തിൽ എത്തിക്കാൻ നമുക്ക് ഭയങ്കര ടാസ്ക്കാണ്. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു, അപ്പോൾ എല്ലാം കാളകൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറി തൊഴാനായിട്ട് കയറിയപ്പോഴത്തേനും ദീപാരാധനയായിരുന്നു. പിന്നെ അകത്തോട്ട് കയറാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ സേവ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന എന്തോ ഒരു ചെറിയൊരു പേടി പോലെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അധികം അവിടെ നിന്നില്ല. ഇങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ വെടിക്കെട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് വെടിക്കെട്ടൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാശിയും വെടിക്കെട്ടൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് നിൽക്കുമായിരുന്നു. വിജയേട്ടനും പൊന്നുസും കൂടെ കടകളിൽ, പൊന്നുസിന് പിന്നെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടം വാങ്ങിച്ചേ പറ്റൂ. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോഴും കാളകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേനും കതിരവൻ തന്നെ ഇവിടെ ആയതേ ഉള്ളൂ. ഈ ക്രെയിനെ തൂങ്ങി കിടക്കുന്നതാണ് എൻ്റെ ചേട്ടനെ എന്തോ അവിടുന്ന് വയറെന്തോ ഊരാനായിട്ട് കയറിയതാണ് ആൾ.